ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു. ഇന്നലത്തെ വീഡിയോയില് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, ഷാൾ ഇട്ടത് ശരിയായില്ല പറഞ്ഞിട്ട്. സംഭവം എൻ്റെ കയ്യിൽ വന്ന മിസ്റ്റേക്കാണ്. ഞാൻ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഒന്നും ഉദ്ദേശിച്ചിട്ട് ഇട്ടതല്ല. അങ്ങനെ ഞാൻ ശരിക്കും പോലെ ഷാള് നമ്മൾ വീട്ടിൽ ഇങ്ങനെ കെട്ടൂലേ, ബാക്കിലേക്ക് അങ്ങനെ കെട്ടിയിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവട്ടെ, ആച്ചുട്ട് ബാക്കിൽ ഇരുന്നിട്ട് വലിച്ചോണ്ടേ ഇരിക്കായിരുന്നു തട്ടം. ഞാൻ കറക്റ്റ് ആയിട്ട് ഷാൾ ഇട്ടിട്ട് ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിട്ട് ഇരുന്നത്. ഇനിയിപ്പോ ചെയ്തതിന് ന്യായീകരിക്കൊന്നുമല്ല കേട്ടാ. കറക്റ്റ് ആയിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് ഒരു തെറ്റിദ്ധാരണ നീക്കി തരണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത്. കറക്റ്റ് ആയിട്ട് ഞാൻ ഷാൾ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരുന്നത്. വീഡിയോ ഓൺ ആക്കിയപ്പോ തുടങ്ങിയതാണ് അവൻ ബാക്കിൽ ഇരുന്നിട്ട് ഷാൾ ഇരുന്ന് വലിക്കലും, അവൻ കാല് മടക്കി വെച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്, മുട്ടും കാല് വെച്ചിട്ട് ഷാളുമ്മ കേറിയിട്ട് ഇങ്ങനെ ആക്കലും ഒക്കെ കൂടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാന് എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് അവന്റെ അടുത്ത് ഞാനിങ്ങനെ ഇതിങ്ങനെ കയറ്റി ഇടുന്നത് അതുകൊണ്ടായിരുന്നു ഞാൻ. അല്ലാണ്ട് പിന്നെ എന്താ പറയാ, ഇത്രയും ഭാഗല്ലേ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോ വീഡിയോയിൽ കാണുന്നുള്ളൂ, ഇവിടുന്ന് നമ്മുടെ താഴെ ഭാഗത്തുനിന്ന് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷാള് അങ്ങനെ തന്നെ ഇടാൻ കാരണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഷാൾ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുമ്പോൾ മാത്രം ഞാൻ ഷാൾ അങ്ങനെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ശരിക്കും പോലെ ഇതുപോലെ ഷാൾ ഇട്ടിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളൂ, അങ്ങനെ വരാറുള്ളൂ. പക്ഷെ ഇതിപ്പോ എന്താ പറയാ, ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗമല്ലേ കാണുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഷാൾ ഇട്ടത്. ഷാൾ ഇട്ടിട്ട് ഞാനിങ്ങനെ ചുറ്റി കെട്ടിയിട്ട് ഇങ്ങനത്തോളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ബാക്കിൽ ഇരുന്നിട്ട് കുഞ്ഞും ഉണ്ടായിരുന്നു ബാക്കില്, ആച്ചൂട്ടനും ഉണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നിട്ടുള്ള വിക്രസോണ്ടാണ് ഷാൾ ഇങ്ങോട്ട് വീണതും പിന്നെ അതിങ്ങനെ ഉരുശിയിട്ട് ഇങ്ങനെ പോണ ഷാളായിരുന്നു. ഷാൾ ഇങ്ങനെ പോയതും ഒക്കെ ഉണ്ടായത്. അപ്പൊ ഇന്നലെ കുറേ പേര്, ഒരാളും ഇങ്ങനെ പറഞ്ഞതില് കമന്റ് ഇട്ട് എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ പറഞ്ഞു തന്നത്. അപ്പൊ എന്തായാലും എന്റെ ഭാഗത്ത് ഇനിയിപ്പോ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഇരുന്നാണോ, എന്താ ബുദ്ധി ഇല്ലേ എന്നൊക്കെ വിചാരിക്കില്ലേ. അപ്പൊ എന്തായാലും അത് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അത് ശരിക്കും ഞാൻ എന്നിട്ട് ആ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോ എനിക്കും തോന്നി, പക്ഷെ അത്രയും 10-14 മിനിറ്റോളം ആ വീഡിയോ ഉണ്ടായിരുന്നു. അത് ഫുള്ള് ഡിലീറ്റ് ചെയ്യണ്ടേ, വീണ്ടും അതുപോലെ എടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്തില്ല. അത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തു. അതാ ഉണ്ടായത്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാം എന്തായാലും. അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ഷാൾ ഇട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ വന്നിരിക്കാറ്. ഇപ്പൊ ഞാൻ വടക്കാഞ്ചേരി പോയി, കുമ്പളങ്ങാട് പോയി ഒക്കെ വന്നതാട്ടാ. അച്ചൂട്ടന്റെ TC വാങ്ങിക്കാണ്ടായിരുന്നു. നല്ല ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയി. ഇന്ന് പോയിട്ട് TC വാങ്ങിയിട്ട് വന്നു. പിന്നെ വേറൊരു കാര്യത്തിന് പോവാണ്ടായിരുന്നു, അതിനൊക്കെ പോയി. ഇനി ചേർത്തിട്ടില്ല, ചേർത്തണം. അതിന് നാളെ മറ്റന്നായിട്ട് പോണം. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. കുഞ്ഞുവിനെ ട്യൂഷന് ചേർത്താണ്ട് അതിനൊന്നും പോയിട്ടില്ല. അപ്പൊ ഒക്കേനും പോണം. അപ്പൊ ഞാനിന്ന് ഇതൊന്ന് വന്ന് പറയാം. എല്ലാരും ഇങ്ങനെ കുറെ കമന്റ് ഇട്ടതല്ലേ, എല്ലാവർക്കും ഇങ്ങനെ മറുപടി തരാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ മറുപടി തന്നാലും എല്ലാരും ഇനി അത് കണ്ടോളണമെന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടെന്നാ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എനിക്കും ഭയങ്കര വിഷമായിട്ടാ. എല്ലാരും എന്താ പറയാ, അങ്ങനെ അയ്യോ ശ്രദ്ധിക്കായിരുന്നു എന്നുള്ളൊരു തോന്നല് വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കമന്റ് കണ്ടപ്പോ. വേറെ ഒന്നല്ല, നല്ല തന്നെയാണ് പറഞ്ഞത്. കഴുത്ത് കാണാണ്ടായിരുന്നു, അല്ലാണ്ട് വേറൊന്നും കാണില്ലേ, കഴുത്ത് കാണാണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, ഇതാണ് സംഭവം ഉണ്ടായത്. ഇങ്ങനെ ബാക്കിൽ വന്നിരുന്നിട്ടേ നമ്മുടെ ഷാളിന്റെ മുകളിൽ തൊടുമ്പോഴും ബാക്കിൽ ഇങ്ങനെ മുട്ടുംകാല് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഈ ഷാൾ ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ ഇത് ആ പറയണ ഒരു ഫ്ലോ പോണ്ടാച്ചിട്ട് ഞാൻ ഇടയ്ക്ക് അത് നിർത്തിയൂല, അത് ഇവരെന്നെ ചീത്ത പറഞ്ഞൂലോ എന്ന്. പക്ഷെ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഇവരൊക്കെ എന്റെ ചീത്ത കിട്ടൂട്ടാ. ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു, ഈ ഷാളും ഇങ്ങനെ ഇരുന്ന് തിരിപിടിച്ചിട്ട് ഇരിക്കുകയാണ്, ഏത് നേരെ ഷാൾ ഇറങ്ങി പോവാണെന്ന് ഞാൻ പറഞ്ഞു. അത് എന്താ പറയാ, ഇവര് ശ്രദ്ധിക്കില്ല. ഞാൻ സംസാരിക്കുന്നത് നോക്കിയിരുന്നിട്ടാണ് ഇവരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ സ്കൂള് തുറക്കാറായി. എല്ലാരും സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് വിചാരിക്കുന്നു. വാങ്ങിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ടാ. വെറുതെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്ന് വേറെ ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അന്ന് പോവാണ്ടായിരുന്നു. അത് കാരണം വേഗം ധൃതിയിൽ മഴക്കാറാണ്, ഇപ്പോഴും മഴക്കാറാണ് കേട്ടോ. പുറത്ത് നല്ല മഴക്കാറുണ്ട് എപ്പോഴും. ഇങ്ങനെ ഇപ്പൊ ഒരു മൂടി കെട്ടിയ അവസ്ഥയിലാണ്. എന്നാലും പുഴുക്കം ഉണ്ട് അല്ലെ. നമ്മുടെ ഇവിടെ ഒന്നും വലിയ പുഴുക്കല്ലേ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇപ്പൊ എന്റെ വീട്ടിൽ പോയപ്പോ അവിടെയൊക്കെ നല്ല അകത്തിരിക്കുമ്പോ പുഴുക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തോന്നി. അപ്പൊ എന്താ അവള് ക്യാമറയിൽ നോക്കിയിട്ട് അവളെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കട്ടെ. അപ്പൊ ഞാൻ കൊണ്ടുപോവാതെ പോയതിന് പിണങ്ങിയിരിക്കായിരുന്നു. ഇപ്പൊ വന്നപ്പോ പിണക്കം മാറിയിട്ടാ. പിണക്കം മാറിയിട്ടില്ലേ?
സാരില്ലേ പണങ്ങിട്ടിരുന്നു. ചേർത്താൻ പോകുമ്പോ കുഞ്ഞിക്കാനെ ചേർത്താൻ പോണു, നിന്നല്ലല്ലോ. വെല്ലിക്കാനെ കൊണ്ടുപോയത് എന്തിനാ? വെല്ലിക്കാനെ വെറുതെ ഒരു തുണക്കി കൊണ്ടുപോയതാ. കുഞ്ഞിക്കാനെ അവന് 4ാം ക്ലാസ്സിൽ പോരില്ല, അവന്റെ സ്കൂളൊന്നും കൂടി കാണണം എന്ന് പറഞ്ഞ കാരണം കൊണ്ടുപോയതാ. നീ ഇനി അവിടെ തന്നെയല്ലേ, അവിടേക്ക് തന്നെയല്ലേ പോണത്? പിന്നെന്താ? ഈശമോള് ഒരു ഭാഗ്യ. ഈശമോളിന് അടുത്ത കൊല്ലം ടീച്ചർമാരുടെ കൂടെ കാറിലാണ് സ്കൂളിലേക്ക് പോണത്. തിരിച്ച് കാറില് ടീച്ചർമാരുടെ കൂടെ കൊണ്ടുവന്നാക്കി കൊടുക്കും അല്ലേ? മോള് VIP ആവാൻ പോവാ. അപ്പൊ ഇതൊന്ന് പറയാച്ചിട്ട് ഞാൻ വന്നതാട്ടാ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി അപ്പൊ സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിപ്പോ വന്നിട്ടുള്ളൂ. വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും